ഫ്ലാറ്റ് നമ്പർ 14 എന്ന തുടർക്കഥയുടെ 19-ാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണം. മുടങ്ങാതെ കഥയുടെ ഭാഗങ്ങൾ നമുക്ക് ദിവസവും കേൾക്കാമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മറ്റൊരു രൂപം, പൂർണ്ണമായും ഒരു അസ്ഥികൂടം. എന്നാൽ അത് ചിരിക്കുന്നത് പോലെ പങ്കജാക്ഷന് തോന്നി. എന്തോ ഒരു ശബ്ദം അതിൻ്റെ ഉള്ളിൽ നിന്നും കേൾക്കാം. വാക്കുകളായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഒരുമാതിരി മുരളലിൻ്റെ ശബ്ദമാണ് പുറത്തേക്കെത്തുന്നത്. അതിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണോ, അതിൻ്റെ പിന്നിൽ മറ്റെവിടെ നിന്നെങ്കിലും ആണോ എന്നും സംശയമുണ്ട്. അതിൻ്റെ പിന്നിൽ നിന്നാണോ എന്ന് നോക്കാൻ വേണ്ടി പങ്കജാക്ഷൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. അപ്പോൾ ആ രൂപത്തിൻ്റെ അസ്ഥി മാത്രമുള്ള കൈകൊണ്ട് തന്നെ അയാളെ ശക്തമായി പിന്നിലേക്ക് തള്ളി. അയാൾ പിന്നിലേക്ക് തെറിച്ചുപോയി. കൈകൾക്ക് അസ്ഥി മാത്രമേ ഉള്ളുവെങ്കിലും എന്തൊരു ബലമാണ്! വളരെ ലാഘവത്തോടെയാണ് അത് തന്നെ പിടിച്ച് പിന്നിലേക്ക് തള്ളിയത്. ഭിത്തിയിലിടിച്ചാണ് പങ്കജാക്ഷൻ പോയി നിന്നത്. ഇതാരാണെന്നോ എന്തിനു വന്നതാണെന്നോ യാതൊരു വിവരവും അയാൾക്കില്ല. എങ്ങനെ അറിയും? അല്ലെങ്കിൽ തന്നെ അറിഞ്ഞിട്ടെന്താ കാര്യം? ചോദിക്കണമെന്ന് വെച്ചാൽ തന്നെ ആരോട് ചോദിക്കും? അസ്ഥികൂടത്തിന് സംസാരിക്കാൻ കഴിയുമോ? അല്ലാതെ താൻ വെറുതെ ചോദിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? മുൻപ് കണ്ട രൂപത്തിന് പിന്നെ തിരുമേനിയുടെ അതേ സാദൃശ്യമുണ്ടായിരുന്നു. അതിന് മുഖവും ഉണ്ടായിരുന്നു. ഇതിന് മുഖമില്ല താനും. അറിയുന്ന ആരുമായെങ്കിലും സാദൃശ്യമുണ്ടോ എന്ന് പിന്നെ എങ്ങനെ അറിയും? പിന്നെ ആരോടാണ് ചോദിക്കാൻ കഴിയുക? എങ്ങനെ മനസ്സിലാക്കാൻ? ഏതായാലും കർമ്മഫലം തന്നെ പിന്തുടരാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി അനുഭവിക്കുക തന്നെ. ചെയ്തിട്ടുണ്ടല്ലോ കുറേ ദുഷ്കർമ്മങ്ങൾ. നേട്ടം മാത്രമായിരുന്നല്ലോ ലക്ഷ്യം. തിരുമേനിയെ മാത്രമേ നിനക്ക് മനസ്സിലായുള്ളൂ ഇല്ലേ? നീ ഒന്ന് കാര്യമായി ഓർത്തു നോക്കിക്കേ. നീ കാവിൽ വിളക്കിനടുത്ത് പ്രാർത്ഥിക്കാൻ വരാറുണ്ടായിരുന്നില്ലേ? അപ്പോൾ നീ പലപ്പോഴും എൻ്റെ രൂപം കണ്ടിട്ടുള്ളതാണല്ലോ. എൻ്റെ മുൻപിൽ നീ തിരി കത്തിച്ചു വെച്ചിട്ടുള്ളതുമാണ്. അന്നത്തെ ആ മനോഹരമായ രൂപം ശില്പത്തിൽ മാത്രമേ ഉള്ളൂ. കാവിൽ വിളക്ക് വയ്ക്കാൻ താൻ പോയിട്ടുണ്ട്. പക്ഷേ അവിടെ കണ്ട രൂപം സുന്ദരിയായ ഒരു സ്ത്രീയുടേതാണ്. ആ സ്ത്രീയുടെ രൂപമാണ് ഇപ്പോൾ ഈ കാണുന്നതെന്ന് താൻ എങ്ങനെ വിശ്വസിക്കും? പണ്ട് രുദ്രൻ തിരുമേനി എന്നെ ബന്ധനത്തിലാക്കിയപ്പോൾ വിളക്ക് വയ്ക്കാൻ വരുന്നവർക്ക് ഭയം വരാതിരിക്കാൻ വേണ്ടി ഒരു സുന്ദരമായ രൂപം നൽകിയതാണ്. ആ രൂപമാണ് നിങ്ങൾ കാവിൽ കണ്ടത്. ആ കാവിൽ തന്നെ ആയിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും ആ രൂപത്തിൽ തന്നെ ആകുമായിരുന്നു. നിങ്ങൾ എന്നെ അവിടുന്ന് പുറത്താക്കിയില്ലേ? സന്തുഷ്ടമായി കഴിഞ്ഞിരുന്ന എന്നെയും മറ്റു പലരെയും അതിനും നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. നിങ്ങളുടെ വാഹനങ്ങളല്ലേ ഞങ്ങളെ അവിടെ നിന്നും സ്ഥാനഭ്രഷ്ടരാക്കിയത്. അവിടെ കുറേ വിഗ്രഹങ്ങൾ കണ്ടിരുന്നു എങ്കിലും അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ആത്മാക്കൾ ബന്ധനസ്ഥരായിട്ടുണ്ട് എന്ന് കേട്ടറിവും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും താൻ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. എങ്ങനെയാണ് വിശ്വസിക്കുക? അതെല്ലാം പഴയ മനുഷ്യരുടെ ഓരോ വിശ്വാസമാണ് എന്നാണല്ലോ തൻ്റെയൊക്കെ വിചാരമുണ്ടായിരുന്നത്. ശാസ്ത്രയുഗത്തിൽ ഇത്തരം സംഭവങ്ങളുണ്ടെന്നോ അവയ്ക്ക് നിലനിൽപ്പുണ്ട് എന്നോ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ? താനും അതുപോലെ തന്നെ വിശ്വസിച്ചില്ല. തരപ്പടിക്കാരായ ഒരുത്തൻ പോലും അത് വിശ്വസിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പോലും തനിക്ക് വിശ്വാസം വരാത്തത്. കാവിൽ കണ്ടത് വെറും വിഗ്രഹങ്ങളാണെന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ യാതൊരു മടിയുമില്ലാതെ അത് ഇടിച്ചു നിരത്തി ഞങ്ങൾക്ക് ബന്ധനമുക്തി തന്നത്. അക്കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളോട് നന്ദിയുള്ളവരാണ്. ഞങ്ങൾക്കിനി പഴയതുപോലെ നിയന്ത്രണമില്ലാതെ ജീവിതം നയിക്കാം. അങ്ങനെ ജീവിച്ചാൽ ഇനിയും ഏതെങ്കിലും രുദ്രൻ തിരുമേനിമാർക്ക് നിങ്ങളെ തളച്ച് ഏതെങ്കിലും കാവിൽ പ്രതിഷ്ഠിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോഴും കാവുകൾ നിലവിലുണ്ടല്ലോ. ശ്രീമംഗലത്തെ കാവ് മാത്രമല്ലേ നശിച്ചു പോയിട്ടുള്ളൂ.
ഇനി രുദ്രൻ തിരുമേനിയോ മറ്റാരെങ്കിലുമോ ഞങ്ങളെ ബന്ധിക്കാൻ വരില്ല. ഞങ്ങളുടെ നരനായാട്ട് ഞങ്ങൾ ആരംഭിക്കും. കൊല്ലപ്പെടാൻ അർഹതയുള്ള ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. ആദ്യം നിങ്ങളുടെ കാര്യം തീരുമാനമാകട്ടെ. എത്രയൊക്കെ വാക്ചാതുരി പ്രയോഗിച്ചാലും താൻ വിളക്ക് വയ്ക്കാൻ പോയ ദേവീ തുല്യയായി മനസ്സിൽ കണ്ടിരുന്ന ആ രൂപം തന്നെയാണ് ഇത് എന്ന് തനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ തന്നെ വിശ്വസിക്കണമെങ്കിൽ ഈ രൂപത്തിന് ആ ദേവീ രൂപത്തിലേക്ക് മാറി തൻ്റെ മുൻപിൽ നിൽക്കാൻ കഴിയണം. അതിന് കഴിയുമെങ്കിൽ തനിക്ക് വിശ്വാസം വരും. അല്ലാതെ ഒരു കാരണവശാലും പങ്കജാക്ഷൻ അത് വിശ്വസിക്കില്ല. പങ്കജാക്ഷൻ വിശ്വസിക്കണം എന്ന് നിർബന്ധമുണ്ടായിട്ടല്ല. എന്നാലും അന്തിമ വിചാരണ നടക്കുമ്പോൾ വിചാരണ ചെയ്യപ്പെടുന്ന ആളിൻ്റെ സംശയങ്ങൾ തീർത്തു കൊടുക്കണമല്ലോ. അതുകൊണ്ട് നീ ഇപ്പോൾ എന്നെ നോക്കിക്കോളൂ. അത് ഞാൻ തന്നെയല്ലേ എന്ന് ഉറപ്പിക്കാം. ഏതെങ്കിലും കാരണവശാൽ ഞാനല്ല എന്ന് തോന്നുകയാണ് എങ്കിൽ അത് അപ്പോൾ തന്നെ പറയാവുന്നതാണ്. അത്ഭുതമെന്ന് മാത്രമേ പറയേണ്ടൂ. പങ്കജാക്ഷൻ നോക്കി നിൽക്കെ തന്നെ ആ അസ്ഥികൂടം കാവിലെ മനോഹരിയായ ശില്പചാതുരി വിളങ്ങി നിൽക്കുന്ന പ്രതിഷ്ഠാവിഗ്രഹമായി മാറി. കണ്ടാൽ ആരും കൊതിച്ചു പോകുന്ന അത്രയും സൗന്ദര്യമുള്ള ഒരു വിഗ്രഹമായിരുന്നു അത്. ആ ശരീരത്തിൽ സ്പർശിച്ചു നോക്കാൻ തോന്നാത്ത ഭക്തന്മാർ പോലും കുറവാണ്. ഞാൻ വിശ്വസിച്ചു. എനിക്ക് ബോധ്യമായി അത് നിങ്ങൾ തന്നെയാണെന്നുള്ള കാര്യം. അങ്ങനെ നിങ്ങൾക്ക് അത്രയേറെ ശക്തി ഉണ്ടായിരുന്നു എങ്കിൽ ഇടിച്ചു നിരത്താൻ വന്ന വാഹനങ്ങളെ നിങ്ങൾക്ക് തടയാമായിരുന്നില്ലേ? എന്തിനു പിന്നെ ഞങ്ങളെക്കൊണ്ട് ആ കൃത്യം ചെയ്യിക്കാൻ നിങ്ങൾ അനുവദിച്ചു? അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ അനർത്ഥങ്ങളെല്ലാം ഉണ്ടായതും ഇനി ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നതും. ഞങ്ങൾക്ക് ശക്തിയില്ലാത്ത പകൽ സമയം നോക്കി ഞങ്ങളുടെ വാസസ്ഥലം തകർത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളെ തന്നെ കുറ്റം പറയുന്നു. അങ്ങനെ ധൈര്യമുള്ളവർ ഞങ്ങൾക്ക് ശക്തിയുള്ള രാത്രിയിൽ വന്ന് കാവ് തകർക്കാൻ നോക്കണമായിരുന്നു. നിങ്ങളുടെ JCBയും മറ്റു വാഹനങ്ങളുമെല്ലാം വായുവിൽ പഞ്ഞി പറന്നു പോകുന്നത് പോലെ പറന്നു പോകുന്നത് കാണാമായിരുന്നു. ഒരൊറ്റ എൻജിൻ പോലും അല്ലെങ്കിൽ ഒരൊറ്റ വാഹനം പോലും ബാക്കി വരില്ലായിരുന്നു. എല്ലാം ഞങ്ങൾ തകർത്തേനെ. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ പകൽ വെളിച്ചത്തിൽ തന്നെ അത് ചെയ്യാൻ തിരഞ്ഞെടുത്തത്. മനോഹരമായ ആ രൂപം വീണ്ടും ആദ്യം കണ്ട അസ്ഥികൂടത്തിൻ്റെ രൂപത്തിലേക്ക് മാറി. മാത്രവുമല്ല അതിൻ്റെ കൈകൾ തൻ്റെ നേർക്ക് നീണ്ടുവരുന്നതായും പങ്കജാക്ഷന് തോന്നി. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് വിട്ടേക്കണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിച്ചേക്കണം. അടുത്ത പാർട്ട് 2 ദിവസത്തിന് ശേഷം ഇതേ സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യും.